അഡ്വക്കേറ്റ് സേനാപതി വേണു, നോക്കൂ, വികസിത കേരളത്തിന് BJP തുടക്കം കുറിച്ചിരിക്കുന്നു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷങ്ങൾക്കും ഇന്ന് തുടക്കമായി കാസർഗോഡ്. പ്രതിപക്ഷത്തിന് പ്രത്യേക പരിപാടിയൊന്നുമില്ലേ അഡ്വക്കേറ്റ് സേനാപതി വേണു? അതൊന്നുമില്ലാതെ തന്നെ അധികാരത്തിലേക്ക് എളുപ്പം നടന്നു കയറാമെന്നാണോ നിങ്ങളുടെ പ്രതീക്ഷ? അല്ലല്ലോ, ഞങ്ങൾ വിവിധങ്ങളായ സമരപരിപാടികൾ ഇന്നിപ്പോ മുഖ്യമന്ത്രിയുടെ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സമാനമായ ഒരു യാത്ര നമ്മൾ കണ്ടതായിരുന്നു. നവകേരള സദസ്സുമായിട്ട് 1,03,00,000 രൂപയുടെ ബസ്സുമായി മുഖ്യമന്ത്രിയും പരിവാരങ്ങളും അവരൊന്നിച്ച് സഞ്ചരിക്കുകയും കേരളത്തിലെ എല്ലാ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ സന്ദർശനം നടത്തുകയും അവിടെയും ഇന്ന് പറഞ്ഞതുപോലെ ഈ സമൂഹത്തിലെ പ്രമുഖരായ ആളുകളുമായിട്ട് സംവാദം നടത്തുകയും നിവേദനങ്ങൾ സ്വീകരിക്കുകയും സംസ്ഥാനത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളും ഇതാ പരിഹരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നവകേരള സദസ്സ് നമ്മൾ നടത്തുന്നത് കണ്ടതാണ്. അപ്പം ഇപ്പൊ വീണ്ടും പുതിയ ഒരു പഴയ വീഞ്ഞ് പുതിയ കുപ്പിയല്ല, പഴയ കുപ്പിയും പഴയ വീഞ്ഞുമായി പുതിയ ഒരു യാത്ര കൂടി നടത്തുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലുമായി മെയ് മാസം 23-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ ഈ യാത്ര. അപ്പോ ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ പഴയ യാത്രയിൽ ഞങ്ങൾ പങ്കെടുത്തില്ല. ഞങ്ങൾ ഇതിനെ ബഹിഷ്കരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഗവൺമെന്റിനെതിരെയുള്ള വിവിധങ്ങളായ ഞങ്ങളുടെ സമര പരിപാടികൾ അത് സംസ്ഥാനത്തൊട്ടാകെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളെയെല്ലാം ജനങ്ങളുടെ മുമ്പാകെ തുറന്നു കാണിക്കുന്നതിന്. ഇപ്പം എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ബഹുമാന്യായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് കാസർഗോഡ് അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങുന്നു. അദ്ദേഹം യാത്രയൊക്കെ തുടങ്ങട്ടെ, ജനങ്ങളുമായിട്ട് സംവദിക്കട്ടെ, ആ കാര്യത്തിലൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷെ 2 പ്രശ്നങ്ങൾ അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയോ ഈ ഗവൺമെന്റിനെയോ ബാധിച്ചില്ല, അല്ലെങ്കിൽ അവരെ അത് അലോസരപ്പെടുത്തിയില്ല എന്ന് പറയുമ്പോഴാണ് നമുക്കത് ഖേദം തോന്നുന്നത്. അത് ഒന്നാമത്തെ കാര്യം, തിരുവനന്തപുരത്ത് കഴിഞ്ഞ് 71 ദിവസമായി സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ സമരം. ഞാനും ശ്രീ ശങ്കുട്ടിദാസും അതുപോലെ തന്നെ ഗോപകുമാർ സാറും ഒക്കെ നമ്മൾ എത്രയോ പ്രാവശ്യം ഈ വിഷയം ചർച്ച ചെയ്യുന്നതാണ്. ഇവിടെ ഇന്നലെ ഒരു കർദിനാല് തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ, 232 രൂപ ശമ്പളത്തിന് ഒരു ദിവസം, ശമ്പളമല്ലല്ലോ അവർക്ക് കിട്ടുന്ന പ്രതിഫലവുമല്ല, അവർക്ക് കിട്ടുന്നത് എന്താന്ന് പറയുന്നത്, അത് ഓണറേറിയം. ഇത് എന്ന് പറയുന്നത് 232 രൂപ കിട്ടുന്നവര് അവർ ചോദിക്കുന്നത് ഞങ്ങൾക്കൊരു 100 രൂപയുടെ കൂട്ടിത്താ. ഒരൊറ്റ ചോദ്യമല്ലേ ചോദിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നമ്മുടെ നാട്ടിൽ, തൊഴിലാളി വർഗത്തിന്റെ ഗവൺമെന്റ് നമ്മുടെ നാട്ടിൽ ഭരിക്കുമ്പോൾ ആ സാധുക്കളുടെ സമരത്തെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു മുഖ്യമന്ത്രി കാസർഗോട്ട് നിന്ന് നിങ്ങൾ എന്ത് യാത്ര നടത്തിയാലും, ഞാൻ ആ മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, കണ്ണകിയുടെ ശാപത്താൽ മധുര വെന്തെരിഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വെന്തെരിയാൻ പോവുകയാണ്. ആ സാധുക്കളായ സ്ത്രീകൾ മുടി മുറിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് നടയിൽ അവരുടെ കണ്ണീർ വീണിരിക്കുന്ന ആ കണ്ണീര് അത് ഈ ഗവൺമെന്റിന്റെ നാശത്തിലേക്ക് അത് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രണ്ടാമത്തത്, വനിതാ CPO റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കുട്ടികൾ. നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ, ഇപ്പൊ മനുഷ്യനൊരു ജോലിക്ക് വേണ്ടി അവൻ ഏതെല്ലാം അറ്റം വരെ പോകുന്നു. റഷ്യയിൽ യുദ്ധം നടക്കുന്ന യുദ്ധമുന്നണിയിൽ സൈനികരെ സഹായിക്കാൻ ഇവിടുന്ന് ആളുകൾ തയ്യാറായിട്ട് പോവുക. കാരണം മറ്റൊരു ജോലി കേരളത്തിലില്ല, ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയില്ല, അവരങ്ങോട്ട് പോവുകയാണ്. നമ്മൾ കാണുന്നത് മ്യാൻമാർ അതുപോലുള്ള ഈ കംബോഡിയ പോലെയുള്ള രാജ്യങ്ങളിൽ ഈ സൈബർ തട്ടിപ്പ് നടത്താനായിട്ട് കേരളത്തിൽ നിന്ന് ചെറുപ്പക്കാർ, ഇവർക്ക് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ജോലി ശമ്പളം വാഗ്ദാനം ചെയ്ത് കൊണ്ടുപോയി ആ പാവങ്ങളെ തടവിലാക്കി സൈബർ തട്ടിപ്പ് ലോകത്തുടനീളം നടത്തുന്ന ആ കേന്ദ്രങ്ങളിൽ ഏതാണ്ട് 1000-ലധികം മലയാളി ചെറുപ്പക്കാർ, യുവാക്കളും യുവതികളും കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് രക്ഷപ്പെട്ടു വരുന്നവർ. എന്ന് പറഞ്ഞാൽ ഒരു തൊഴിലിന് വേണ്ടി മനുഷ്യൻ ദാഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവര് പരീക്ഷ എഴുതിയ റാങ്ക് ലിസ്റ്റിൽ വന്നു. നിങ്ങളൊരു 10-25 പേർക്ക് ഒരു നിയമനം കൊടുത്തിട്ട് ഗവൺമെന്റ് ഉള്ളവരെ സഹായിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അതിന് പറയുന്ന മറുപടി എന്താണ്? നിങ്ങൾ ആത്മഹത്യ ചെയ്താലും മരത്തിൽ കയറി കെട്ടിത്തൂങ്ങിയാലും ശരീരത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചാലും ഞങ്ങൾക്ക് ഒരു കുലുക്കവുമില്ല. ഒരു മഹിളാ അസോസിയേഷന്റെ ഒരു നേതാവ്, അവരുടെ ഒരു വാക്ക് നിങ്ങളറിയണം, അവരൊരു ഉന്നത പദവിയിൽ വന്നപ്പോൾ സ്വന്തം മരുമകളെ അവരുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട്, അവരുടെ സ്ഥാപനം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ കുക്ക് എന്ന പേര് പറയാം, PK ശ്രീമതി, പേര് പറയാം.
ശരി, അതെ. അപ്പൊ ഞാൻ പറഞ്ഞത്, സ്വന്തം മരുമകൾക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടി അവർ വനിതാ കമ്മീഷനിലായിരുന്നപ്പോ ആ തസ്തികയിൽ അല്ലെങ്കിൽ ആ പദവിയിൽ അവിടെ കുക്കിന്റെ പോസ്റ്റ് ഉണ്ടാക്കി മരുമകൾക്ക് ജോലി കൊടുത്ത് 5 കൊല്ലത്തെ ജോലി ചെയ്ത് മരുമകൾക്ക് ജീവിതകാലം മുഴുവൻ പെൻഷൻ മേടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത ആ മഹതി, ഈ സാധുക്കളോട് അവർ പറഞ്ഞ വാക്ക്, അത് കേൾക്കുന്ന കേരളത്തിലെ പൊതുസമൂഹമില്ലേ, അവർക്കതൊരു എന്താ പറഞ്ഞ, നമ്മുടെ മനസ്സിൽ ഈ പെൺകുട്ടികളൊക്കെ നമ്മൾ കാണുന്ന നെക്സ്റ്റ് ഡോർ ഗേൾസ്, നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടികളല്ലേ, അവർക്കൊരു ജോലി കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ ആ പാവങ്ങൾ നടത്തിയ സമരം, ആ സമരത്തെയൊക്കെ കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അവര് എത്ര നിർദ്ദയം എന്നൊന്നും പറഞ്ഞാൽ പോരല്ലോ, നമ്മൾ മനുഷ്യത്വരഹിതമായ സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഈ 2 സമരത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, ആ 2 സമരവേദിയിൽ വീണ കണ്ണീര് അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ, ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സർവനാശത്തിൽ എത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മളിപ്പോ മുഖ്യമന്ത്രി പറയുന്ന വികസിത കേരളത്തെ കുറിച്ചാണ്. നമ്പ്യാരെ, ഒരു കാര്യം മനസ്സിലാക്കുന്നത്, മുഖ്യമന്ത്രി വികസിത കേരളത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. രാജീവ് ചന്ദ്രശേഖർ വികസിത കേരളം പറഞ്ഞു. അല്ല മുഖ്യമന്ത്രി ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത്, കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ലോകത്തിന് ആശ്ചര്യം, ലോകവും രാജ്യവും കേരളത്തെ അല്ല, ഞാൻ മുഖ്യമന്ത്രിയുടെ ഇതിൽ നിന്ന് വന്നതിന് ശേഷം അപ്പുറത്തോട്ട് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മുഖ്യമന്ത്രി പറയുന്നത് എന്താ പറഞ്ഞ, പാർട്ടി കോൺഗ്രസിന്റെ വേദിയിൽ കേരളം ഒരു പ്രത്യേക മാതൃക, ഇനി ഇതുപോലൊരു മാതൃകയല്ലാതെ ഈ ലോകത്തിന് മറ്റൊന്നുമില്ല, ഇന്ത്യക്ക് മറ്റൊന്നുമില്ല എന്ന് പറയുന്ന ഈ കേരളത്തിൽ, നമ്പ്യാരെ, ടോട്ടൽ കൊളാപ്സ് ഓഫ് സിവിൽ അഡ്മിനിസ്ട്രേഷൻ, അതാണ് ഇപ്പൊ കേരളത്തിന്റെ സ്ഥിതിവിശേഷം. ഇങ്ങനെ തകർന്ന ഒരു കാലഘട്ടം, അത് ഒന്നാമത്തെ തകർച്ച കേരളത്തിന്റെ ക്രമസമാധാന നിലയിലാണ്. രാത്രിയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന പോലീസുകാരൻ ഒരു തട്ടുകടയ്ക്ക് മുമ്പിൽ നടക്കുന്ന സംഘർഷത്തിൽ ഇടപെട്ടതിന്റെ പേരിൽ അവനെ നെഞ്ചത്ത് ചവിട്ടി കൊല്ലുന്നു. അതാണ് കേരളത്തില്. നമ്മള് കണ്ണൂരിൽ കണ്ടു, അതായത് ഒരു അമ്പലത്തിലെ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ബഹളം നിയന്ത്രിക്കാൻ പോയ വനിതാ സബ് ഇൻസ്പെക്ടറും അവിടുത്തെ മറ്റൊരു പോലീസ് ഓഫീസറും, സബ് ഇൻസ്പെക്ടർ, ഇവർ 2 പേര് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ പ്രതികൾക്കെതിരെ നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് അവർ ചെയ്ത കുറ്റം. അവരെയാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് അവിടെ. എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രിമിനലുകൾ, കുറ്റവാളികൾ അഴിഞ്ഞാടുന്ന ഒരു നാടായി കേരളം മാറിയിരിക്കുന്നു. ഞാൻ ഒരു കൗതുകരമായ ഒരു വാർത്ത നമ്പ്യാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. നമ്പ്യാരും ഞാനും ശങ്കുട്ടിദാസും ഗോപകുമാർ സാറും ഒക്കെ നമ്മളെല്ലാം 10ാം തരം പരീക്ഷ പാസ്സായി വന്നവരല്ലേ. അതിനുശേഷമാണല്ലോ നമ്മുടെ എല്ലാം തുടർ പഠനം. കേരളത്തിൽ ഇന്നോളം നമ്മൾ കേട്ടിട്ടുണ്ടോ? പണ്ടൊക്കെ വല്ല യുദ്ധഭൂമിയിലോ അല്ലെങ്കിൽ എന്താ പറഞ്ഞ ഈ 144 പ്രഖ്യാപിച്ചെടുത്തോ അല്ലെങ്കിൽ സംഘർഷം നിൽക്കുന്നിടത്തോ ഒക്കെ കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പല്ലേ. കേരളത്തിലെ സ്കൂളുകളിൽ പോലീസ് കൊടുത്ത മുന്നറിയിപ്പ് എന്താ? 11:15 ഫിസിക്സിന്റെ പരീക്ഷ, ബയോളജിയുടെ പരീക്ഷ അവസാനിക്കും. 11:20 ആകുമ്പോഴേക്കും പേരൻസ് വന്ന് അവരുടെ മക്കളെ സ്കൂളിൽ നിന്ന് ഏറ്റുവാങ്ങണം. അതല്ല എങ്കിൽ പോലീസ് അവരെ സംരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റും. 11:25 ശേഷം ആരെയെങ്കിലും കോമ്പൗണ്ടുകളിലോ പ്രദേശങ്ങളിലോ കണ്ടു കഴിഞ്ഞാൽ പോലീസ് നടപടിയെടുക്കേണ്ട സ്ഥിതിവിശേഷം. എന്നിട്ട് മുന്നറിയിപ്പ് നൽകുക, നിങ്ങളുടെ മക്കൾ സുരക്ഷിതമായി വീടുകളിൽ എത്തുന്നതിന് വേണ്ടി പോലീസിനോട് സഹകരിക്കുക, അതോടൊപ്പം തന്നെ കുട്ടികളെ സ്കൂളിൽ വന്ന് ഏറ്റുവാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോവുക. ഞാൻ ചോദിക്കുന്നത്, ഗാസായിലൊന്നും അല്ലല്ലോ നമ്മൾ നിൽക്കുന്നത്. അതല്ല എങ്കിൽ ഇപ്പൊ ബംഗ്ലാദേശിൽ കലാപം നടക്കുന്ന പോലെ ആ പ്രദേശത്ത് വല്ലതാണോ നമ്മൾ? മുർഷിദാബാദിൽ നടന്ന പോലെ കലാപം നടക്കുന്ന സ്ഥലത്തൊന്നും അല്ലോ നിൽക്കുന്നത്. കേരളത്തിലെ SSLC പരീക്ഷ കഴിയുമ്പോൾ കേരളത്തിലെ പോലീസ് കേരളത്തിലെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പാണ്, 11:15 പരീക്ഷ തീരും, 11:20 ആകുമ്പോഴേക്കും നിങ്ങളുടെ കുട്ടികളെ ഏറ്റുവാങ്ങിക്കൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഞങ്ങൾ അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റും, പിന്നെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് കൊണ്ടുപോകണം. നിങ്ങളുടെ കുട്ടികളുടെ ജീവന് ഏത് സമയത്തും അപകടമുണ്ടാകും. നമ്മൾ എത്തി നിൽക്കുന്ന കേരളത്തിന്റെ അവസാനത്തെ കാഴ്ചയാണ്. മുഖ്യമന്ത്രി കാസർഗോഡ് ചെന്ന് വാദോരാതെ സംസാരിച്ചുകൊണ്ട് അവിടെ പൗരപ്രമുഖരെയൊക്കെ കാണുമ്പോൾ ഈ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, സിവിൽ അഡ്മിനിസ്ട്രേഷന്റെ ടോട്ടൽ കൊളാപ്സ്, എല്ലാം തകർന്നു. സേനാപതി വേണു, അവിടെയാണ് സമൂലമായ മാറ്റം കൊണ്ടുവരാൻ BJP തയ്യാറെടുക്കുന്നത്. ഇനി ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസംഗം അത് സശ്രദ്ധം കേൾക്കുകയും, കാരണം എന്താ വെച്ചാൽ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നതിൽ എന്റെ ചോദ്യം, ശ്രീ ശങ്കുട്ടിദാസിനോടുള്ള എന്റെ ചോദ്യം, ഞാൻ ചോദിക്കുന്നത്, രാജീവ് ചന്ദ്രശേഖർ പ്രസംഗിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ BJPയുടെ ഏതെങ്കിലും നേതാക്കൾ പ്രസംഗിച്ചതുകൊണ്ടോ കേരളത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി ഹൈപ്പോത്തറ്റിക്കൽ. നമ്മളൊരു സാങ്കല്പികമായ കാര്യത്തെക്കുറിച്ചാണ്. കേരളം മാറണം എന്ന് BJP ആഗ്രഹിക്കുന്നുവെങ്കിൽ അധികാരം ഉണ്ടാകണം. അധികാരത്തിൽ വന്നുവെങ്കിൽ മാത്രമേ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. നിർഭാഗ്യവശാൽ നമ്പ്യാരെ ഞാൻ പറയുന്നു, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന എന്റെ കാഴ്ചപ്പാടിൽ
അടുത്ത ഒരു ദശാബ്ദ കാലത്തേക്ക് അത് സാധ്യമല്ല. അതിനുശേഷം എന്ത് എന്നുള്ളത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. അപ്പോ അധികാരമില്ലാത്ത ഒരു പാർട്ടി എന്തുകൊണ്ട് സാധിക്കില്ല? 10 വർഷത്തിനിടയിൽ എന്തുകൊണ്ട് സാധിക്കില്ല? അല്ല, ഞാൻ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം അതാണല്ലോ. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പോലെ അല്ലാത്ത ചില രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. ഒന്ന്, കേരളത്തിലെ നിയർ അബൌട്ട് 45%, അത് ചിലപ്പോൾ 50 വരെ ആകപ്പെടുത്തിയ സാധ്യത, അവര് ന്യൂനപക്ഷ വിഭാഗമാണ്. ആ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഒരുപക്ഷെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിലേക്ക് കുറച്ചൊക്കെ കടന്നുകയറ്റം നിങ്ങൾക്ക് നടത്താമെങ്കിലും ശേഷിക്കുന്ന ഒരു 25-26% വരുന്ന ഒരു വിഭാഗത്തിലേക്ക് വളരെ പരിമിതമായ രീതിയിലാണ് ഒരു കടന്നുകയറ്റം നടത്താനുള്ളത്. ഇനി ഭൂരിപക്ഷ സമുദായത്തെ കുറിച്ചും പരിശോധിച്ചു കഴിയുമ്പോൾ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം CPM, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ ബഹുഭൂരിപക്ഷം ആളുകളും അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കുന്നവരോ അതിന്റെ ആളുകളോ വോട്ട് ചെയ്യുന്നവരാണ്. അപ്പോ എങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന് ചോദിച്ചാൽ കേരളത്തിലെ പൊളിറ്റിക്സിൽ അത് പറ്റത്തില്ല. ഇപ്പൊ ഗോപകുമാർ സാറ് അദ്ദേഹം ഈ രംഗത്തൊക്കെ എത്രയോ ഗവേഷണങ്ങൾ നടത്തി, അദ്ദേഹവുമായിട്ട് എത്രയോ ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ പറയുന്നു, എന്ത് മാറ്റങ്ങളും അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നിങ്ങൾ എന്ത് പരിപാടികൾ നടപ്പിലാക്കിയാലും വളരെ പെട്ടെന്ന്, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അടുത്ത ഒരു 2 തെരഞ്ഞെടുപ്പിലൊന്നും BJPക്ക് അധികാരത്തിലേക്ക് കടന്നു വരാൻ പറ്റത്തില്ല. നമുക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം കിട്ടണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കേരളത്തിലെ 1000-ഓളം വരുന്ന ത്രിതല പഞ്ചായത്തുകൾ, ഏതാണ്ട് 280-ഓളം വരുന്ന ബ്ലോക്ക് പഞ്ചായത്തുകൾ, 6 കോർപ്പറേഷനുകൾ, അതോടൊപ്പം തന്നെ എന്താ പറഞ്ഞ കേരളത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കെല്ലാം അധികാരത്തിന്റെ ഭാഗമായിട്ട് കടന്നു വരണം, നിയമസഭയിലേക്ക് കടന്നു വരണം. അങ്ങനെ കടന്നു വന്ന് ഭരണത്തിന്റെ ഒരു മാർഗത്തിലൂടെ മാത്രമേ ഒരു സമൂലമായ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കാനായി ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയുള്ളൂ. അതിന് നിങ്ങൾക്ക് ശ്രമിക്കാം. ആ ശ്രമത്തിന്റെ ഭാഗമായി CPM പോലും ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. മാത്രമല്ല, അവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഇതായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. ഞാൻ നമ്പ്യാരെ ഒരു രാഷ്ട്രീയ ചർച്ചയിൽ, ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി കൂടി ആയതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരാളാണ്. അതായത് CPMന് പൊതുവെ പണ്ടൊരു ധാരണ ഉണ്ടായിരുന്നു, കോൺഗ്രസ് തകർന്നോട്ടെ, കോൺഗ്രസ് തകർന്നു കഴിഞ്ഞാൽ അതിന്റെ ഗുണം BJPയും ഇത് തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ കോൺഗ്രസ് തകരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് എന്ന് പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു കേഡർ പാർട്ടിയോ അല്ലെ കേഡർ സംവിധാനത്തിൽ പോകുന്നതല്ല, ഒരു ആശയത്തിന്റെ പേരിൽ നിൽക്കുന്ന ഒരാളുകളാണ്. ആ ആശയത്തിന്റെ പേരിൽ നിൽക്കുന്ന ഞങ്ങളുടെ ആളുകൾ അത് വ്യാപകമായി മറ്റൊരു പാർട്ടിയിലേക്കും പോകത്തില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി നിങ്ങൾ മനസ്സിലാക്കണം CPM ആണ്. CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പൊളിയാതെ അല്ലെങ്കിൽ ആ പാർട്ടി ഡിവൈഡ് ആകാതെ, അത് ആലപ്പുഴയിലും നിങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടി, ആറ്റിങ്ങിലും നിങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടി. ഞാൻ പറഞ്ഞു വന്നത് CPM ഭയപ്പെടുന്നു. ആ ഭയപ്പെടലിന്റെ മറ്റു പ്രധാനപ്പെട്ട ഒരു കാരണം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദായം ഈഴവ സമുദായം. ആ ഈഴവ സമുദായത്തിലെ ഏതാണ്ട് 75 മുതൽ 80%, ഇല്ലെങ്കിൽ ഒരു 70 to 75% ആളുകൾ CPMലാണ്. ആ CPMൽ നിൽക്കുന്ന അവരുടെ വോട്ട് ബാങ്ക് പടിപടിയായി BJPയിലേക്ക് ഇപ്പോ ചില രീതിയിൽ അടുത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് അതിലൊരു ഉത്കണ്ഠയും ഒരു ആശങ്കയും ഇല്ല. കാരണം ഞങ്ങളുടെ ഒരു വോട്ട് ബാങ്ക് അത് BJPക്ക് കടന്നു കയറാവുന്നതോ അല്ലെങ്കിൽ BJPയുടേതായ വോട്ട് ബാങ്ക് അല്ല. ഞങ്ങളുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. അത് ഞാൻ പറഞ്ഞൊരു കേഡർ രാഷ്ട്രീയ ഷിപ്പിൽ ഉണ്ടാകുന്നതല്ല. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു ക്ഷീണം അല്ലെങ്കിൽ ഒരു തകർച്ച എവിടെയെങ്കിലും ഉണ്ടായാൽ, ഇപ്പോ ശങ്കുട്ടിദാസ് പറഞ്ഞത് ശരിയാണ്, എങ്കിൽ ചിലപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം മാറും. അത് വളരെ പെട്ടെന്ന് മാറാനുള്ള സാധ്യതയില്ല. അതിന് ഇറ്റ് വിൽ ടേക്ക് ടൈം എന്നുള്ളതാണ്. അപ്പൊ രാജീവ് ചന്ദ്രശേഖരന് അദ്ദേഹത്തിന് ആശയങ്ങൾ പ്രചരിപ്പിക്കാം, അവരുടെ പാർട്ടി അണികളെ സജ്ജരാക്കുന്നതിന് വേണ്ടി പുതിയ മുദ്രാവാക്യങ്ങളും വാദഗതികളും ഒക്കെ ഉയർത്താം. പക്ഷേ അത് കേരളത്തിലെ പൊതുസമൂഹം എത്ര പെട്ടെന്ന് ഏറ്റെടുക്കും, ആ പൊതുസമൂഹം ഏറ്റെടുത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുവെങ്കിൽ മാത്രമേ കേരളത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ അടുത്ത ഒരു 10 വർഷക്കാലത്തേക്ക്, ഞാൻ 25 50 എന്നൊന്നും പറയുന്നില്ല, അടുത്ത 2 തെരഞ്ഞെടുപ്പ് കാലത്തേക്കും അതിന്റെ ഒരു സാധ്യത ഞാൻ ഇപ്പോൾ കാണുന്നില്ല. അതിനുശേഷം നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വികസിത കേരളം എന്ന മുദ്രാവാക്യം അത് നല്ല ആശയമാണ്, അത് ജനങ്ങളുടെ ഇടയിൽ വെക്കാം. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 15 to 16 15 മുതൽ 16, നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ച് വെള്ളാപ്പള്ളി നടേശന്റെ അന്നത്തെ BDJS ഉൾപ്പെടെ വന്നിട്ട് 16% വോട്ട് എത്തി നിൽക്കുന്നത്. ചില മണ്ഡലത്തിലൊക്കെ 20 എത്തിയിരിക്കുന്നു. പക്ഷേ ഒരു സ്റ്റേറ്റ് ആവറേജ് നോക്കുമ്പോൾ ഇപ്പോഴും 15 to 16, 20 താഴെ നിൽക്കുക. അതൊരു 30 എത്തിച്ചുവെങ്കിൽ മാത്രമേ ഒരു ഭരണത്തിലേക്ക് എത്തുവാനായിട്ട് കഴിയുള്ളൂ. അതിന് ഇനിയും മൈൽസ് ആൻഡ് മൈൽസ് ടു ഗോ, ഒരുപാട് യാത്ര ഇനി ചെയ്യേണ്ടതായിട്ട് വരും. ഏതായാലും രാജീവ് ചന്ദ്രശേഖരന് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പോകാം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു വികസിത കേരളം എന്ന പകരം മുദ്രാവാക്യം അത് അദ്ദേഹത്തിന് വെക്കാം. അത് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതിന് ഇപ്പൊ പെട്ടെന്ന് തന്നെ
അടുത്ത ഒരു 5-6 മാസത്തിനുള്ളിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ്. അടുത്ത ഏപ്രിൽ മാസം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനവും ഉണ്ടാകും. മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പും ഉണ്ടാകും. അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം. അധികം ദൂരം അതിന് യാത്ര ചെയ്യേണ്ട എന്നുള്ളതാണ് ഒന്നാം ഫേസിൽ ശ്രീ നമ്പ്യാർ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.